ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടേ സത്യം പറഞ്ഞാൽ മാനസികരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കണ്ടമാനം ടെൻഷനായിട്ടുള്ള ഒരു ഒരു തീരുമാനം എന്തായിരുന്നു അറിയോ? ഒരു സ്ട്രാറ്റജി തീരുമാനമാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ സെയിൽസിലുള്ള ആളുകൾ പറയും, അത് ആ പറയുന്ന പോലെ ഒന്നല്ല, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഈ വിലയ്ക്ക് കിട്ടാനുണ്ട്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഈ വിലയ്ക്ക് കിട്ടാനുണ്ട്, അവരത്ര കടം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇവർ ഡെയിലി വൈകുന്നേരം വന്നാൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും. എന്നാൽ ഞാനൊരു ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുള്ള പോലെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെ കൊടുക്കുന്നു ആ ടൈപ്പ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ കസ്റ്റമറോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഇവർ പറയുന്ന വാക്കുകളായിരുന്നു നമുക്ക് എപ്പോഴും വേദവാക്യം. ഇവരാണല്ലോ മാർക്കറ്റിൽ പോണേ. ഇത് തീരുമാനം എനിക്ക് മാറിയത് എപ്പോഴാണെന്നറിയോ? എൻ്റെ വീട്ടിലൊരു ടയോട്ടയുടെ എറ്റിയോസ് ലിവ എന്ന് പറയുന്ന വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു സുനാമി ഉണ്ടായതിനു ശേഷം ഈ വണ്ടി സർവീസിന് പോയി. അപ്പോൾ സർവീസിന് പോയപ്പോൾ ആ വണ്ടിയുടെ ഒരു പാർട്ട് അവിടെ കിട്ടാത്തത് കൊണ്ട് അത് ജപ്പാനിൽ നിന്നോ എവിടുന്നോ എന്തോ ഒരു ടെക്നിക്ക് അവർ സർവീസ് എഞ്ചിനീയർമാർ സംസാരിക്കുന്നത് കേട്ടോ, എന്തോ ഒരു അപ്ഡേഷൻ എന്തോ അവർക്ക് വരണം, അത് അവിടുന്ന് വരണം എന്ന് പറയും. ഈ സുനാമി ആയ കാരണം അവിടെ എന്തോ വിസിറ്റ് ഉണ്ടായിട്ടില്ല എന്തോ പറയണം. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, എന്തല്ലേ ജപ്പാനിൽ ഇരുന്നിട്ട് മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണുള്ള കമ്പനി അവർ കൺട്രോൾ ചെയ്യണം പറഞ്ഞാൽ എന്താ അവന്മാരെ തലയിലേന്ന്. ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഊഴ്ന്നിറങ്ങാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇത്രയും ചെറിയൊരു രാജ്യം ഇത്രയും ക്വാളിറ്റിയുള്ളൊരു വണ്ടി ഉണ്ടാക്കി ലോകം മുഴുവൻ അതിൻ്റെ ആരാധകരായി മാറിയെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടികളിലൂടെ അവർക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ 50 രൂപക്ക് കിട്ടുന്ന അരിപ്പൊടിയിലൂടെ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ?